ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഷോപ്പിംഗ് മാളിൽ വെച്ചുണ്ടായ സംഭവം വളരെ ചുരുക്കി അവരോട് രണ്ടുപേരോടും പറഞ്ഞു. പക്ഷേ എത്രയൊക്കെ ചുരുക്കി പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പെണ്ണിന് ദേഷ്യം കൊണ്ട് ചുണ്ടും മുഖവുമൊക്കെ ചുവക്കുന്നതും ചിലപ്പോൾ കണ്ണുകൾ രണ്ടും വികസിക്കുന്നതുമൊക്കെ ശേഖരമ്മാവനും അമ്മയും നോക്കിയിരുന്നു. അമ്പടി, ഇത്രയൊക്കെ കയ്യിലുണ്ടായിരുന്നിട്ടാണോ മിത്രയും തങ്കവും ഓരോന്ന് കുത്തി പറഞ്ഞ് വിഷമിപ്പിക്കുമ്പോൾ മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നത്? അവരോടൊക്കെ എങ്ങനെയാ അമ്മമ്മയെ മറുത്ത് പറയുന്നത്? വളരെ നിഷ്കളങ്കമായി കൺമണി ചോദിച്ചു. സാരമില്ല, പോയി ഈ വേഷമൊക്കെ മാറി കുളിച്ചു വാ. അമ്മ കഴിക്കാൻ എടുത്തു വെക്കാൻ രാഗിണിയോട് പറയാം. കവറുകളെല്ലാം കൊണ്ട് മേലേക്ക് നടക്കുമ്പോൾ കാശി ബാത്റൂമിലാണ്. കയ്യിലിരിക്കുന്ന പാക്കറ്റുകളെല്ലാം അലമാരയിൽ വെച്ചു. അപ്പോഴേക്കും കാശി ബാത്റൂമിൽ നിന്നിറങ്ങി റൂമിന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. കതക് ചേർത്തടച്ച് നോക്കുമ്പോൾ അലമാരയിൽ കുത്തിക്കയറ്റി വെച്ച പാക്കറ്റുകൾ ഒന്നൊന്നായി താഴെ വീണു. ശുദ്ധന്തൊരു കഷ്ടമാണ്. പറച്ചിലിനോടൊപ്പം തന്നെ പാക്കറ്റിൽ നിന്ന് ചുരിദാറുകളെല്ലാം എടുത്ത് ഭംഗിയായി അടുക്കി തിരികെ വെച്ചു. ധാവണിയെടുത്ത് ഉടുത്തു മാറാൻ വെച്ചു. ഉടുത്തിരുന്ന നേരിയതിൻ്റെ പിന്നഴിച്ചു മാറ്റി നേരിയത് മാറിൽ നിന്നും എടുത്ത് ബെഡിലേക്ക് ഇട്ടു. മുടിയിൽ നിന്നും ബൺ മാറ്റി മെടഞ്ഞ മുടി വിടർത്തി കെട്ടിവെച്ചു. അലമാരയുടെ മുന്നിൽ നിന്നും പൊട്ടെടുത്ത് മാറ്റി കണ്ണാടിയിൽ ഒട്ടിച്ച് തിരിച്ചതും ഡോർ തുറന്ന് കാശി അകത്തേക്ക് കയറി വന്നു. പെട്ടെന്ന് ഇരുവരും ഞെട്ടി. കാശി ഒരു നിമിഷം തറഞ്ഞു നിന്നു. ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സംഭവിച്ചതെന്താണെന്ന് പിന്നെയാണ് കൺമണിക്ക് ബോധ്യം വന്നത്. വേഗം നേരിയത് വാരി ചുറ്റി ബാത്റൂമിലേക്ക് ഓടിപ്പെണ്ണ്. ഛേ കൺമണി, മോശം, ഡോർ അടയ്ക്കാൻ മറന്നു. ഡ്രസ്സ് അലമാരിയിൽ നിന്നും വീണപ്പോൾ ഓർക്കാതെ അതെടുക്കാൻ പോയി. അന്നേരമാണ് ഡോർ അടയ്ക്കാൻ വിട്ടുപോയത്. ഒടുവിൽ ഒരു വിധത്തിൽ പെണ്ണ് കുളിയൊക്കെ പാസ്സായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കഴിക്കാൻ വിളിക്കാനായി രാഗിണി വന്നു. എനിക്ക് വിശപ്പില്ല ചേച്ചി, ഞാൻ പിന്നെ കഴിച്ചോളാം. കൺമണി തടസ്സം പറഞ്ഞു. ഏയ്, അത് പറ്റില്ല. മോളെയും കാത്താണ് പത്മയിടത്തി കഴിക്കാതിരിക്കുന്നത്. ആഹാരം കഴിച്ചിട്ട് ഒരുപാട് മരുന്നൊക്കെ കഴിക്കാനുള്ള ആളല്ലേ, അതുകൊണ്ട് മോള് വേഗം വാ. പിന്നെ ഇറങ്ങി ചെല്ലാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാശിയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നായിരുന്നു കൺമണിയുടെ പ്രശ്നം. എന്നാൽ താഴെ കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ ഒന്നും കൺമണി എന്ന ഒരാളിനെ അവിടെ കണ്ട ഭാവം പോലും കാശി കാണിച്ചില്ല. അതവൾക്ക് വല്ലാത്ത സമാധാനം നൽകി. അന്ന് പിന്നെ കാശിയുടെ മുന്നിൽ അധികം ചെന്ന് പെട്ടില്ല. വൈകുന്നേരം വൈശാഖും മിത്രയും തങ്കവുമൊക്കെ തിരികെ പോകാനായി റെഡിയായി. അപ്പോഴാണ് ജഗൻ കൺമണിയുടെ അടുത്തേക്ക് വന്നത്. ഞങ്ങൾ ഇന്ന് പോവുക മോളെ. പിന്നെ നിങ്ങൾക്ക് വിവാഹത്തിന് തരാനായി ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിരുന്നു. തിരക്കുകളൊക്കെ കഴിയട്ടെ എന്ന് കരുതി. ജഗൻ കാശിയെയും കൺമണിയും അടുത്തേക്ക് വിളിച്ചു. കയ്യിലിരുന്ന ബോക്സ് ഇരുവരുടെയും കയ്യിലായി വെച്ചു കൊടുത്തു. കൺമണി നിറഞ്ഞ പുഞ്ചിരിയോടെ ജഗൻ്റെ മുന്നിൽ നിന്നു. ജഗൻ തന്നെ നിർബന്ധപൂർവ്വം ബോക്സ് തുറന്ന് അതിൽ നിന്നും 2 വാച്ച് പുറത്തേക്ക് എടുത്തു. ഒരെണ്ണം കാശിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. അതിനടുത്ത് ചേർന്നിരുന്ന ലേഡീസ് വാച്ച് കൺമണിയുടെ കയ്യിലും. കൺമണിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. സന്തോഷമായിരിക്കണം എപ്പോഴും. അവളുടെ കവിളിൽ പതിയെ തട്ടിവിട്ടു. എന്നാൽ തങ്കത്തിനും മിത്രയ്ക്കും ഇതൊട്ടും ഇഷ്ടമായില്ല. അവർ മുഖം വെറുപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് കാറിൽ കയറിയിരുന്നു. അത് കണ്ടപ്പോൾ കൺമണിയുടെ മുഖം മാറി. ജഗൻ അത് മനസ്സിലാവുകയും ചെയ്തു. മോൾ അതൊന്നും കണ്ട് വിഷമിക്കേണ്ട. അമ്മയ്ക്കും മോൾക്കും ഇത്തിരി കുഴപ്പം കൂടുതലാണ്. എല്ലാവരും പോയിക്കഴിഞ്ഞപ്പോൾ വീട് ഉറങ്ങിയതുപോലെയായി. അമ്മയ്ക്കത് സങ്കടമായി എന്ന് കൺമണിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിന്നീട് മുഴുവൻ സമയവും അവരോടൊപ്പം കൺമണി ചെലവഴിച്ചു. ഒരു തരത്തിൽ അത് കാശിയിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രം കൂടിയായിരുന്നു. രാത്രിയിൽ പത്മത്തിൻ്റെ മുറിയിലിരുന്ന് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു കൺമണി. ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് സമയം എത്ര എന്ന് കണ്ടോ മോള്? പോയി കിടക്കാൻ നോക്ക്. പത്മ കൺമണിയെ നിർബന്ധിച്ച് മുകളിലേക്ക് പറഞ്ഞു വിട്ടു. മുകളിലേക്ക് ചെല്ലുമ്പോൾ കാശി നല്ല ഉറക്കത്തിലാണ്. അത് കണ്ടപ്പോൾ കൺമണിക്ക് ആശ്വാസമായി. അവൾ വേഗം നിലത്ത് കിടന്ന പായയെടുത്ത് നിവർത്തിയിട്ട് അതിൽ കയറി കിടന്നു. എന്നാൽ മുകളിൽ കിടക്കുകയായിരുന്ന കാശി അവൾ വരുന്നതും കിടക്കുന്നതുമൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഉറക്കം നടിച്ച് കിടന്നുവെന്നേ ഉള്ളൂ. രാവിലെ കാശി ഉണരുമ്പോൾ പറമ്പിൽ വലിയ ബഹളം കേൾക്കുന്നത് കണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. രാവിലെ തന്നെ തേങ്ങയിടൽ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4-5 പേർ ചേർന്നിട്ടാണ് തെങ്ങിൽ കയറുന്നത്. ഓരോ മൂട്ടിൽ നിന്നും വെട്ടിയിടുന്നതിനനുസരിച്ച് പണിക്കാരൊക്കെ തേങ്ങ പറക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ കൺമണിയെയും കണ്ടു. മുണ്ടിൻ്റെ ഒരു തുമ്പെടുത്ത് ഇടുപ്പിൽ കൊത്തി തലയിൽ ഒരു തോർത്തും കെട്ടിക്കൊണ്ട് തേങ്ങ പറക്കാൻ നിൽക്കുന്നുണ്ട്. ശങ്കരമ്മാവനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചാണ് പണി ചെയ്യുന്നത്. പെട്ടെന്നാണ് കാശി അപ്പുറത്ത് മാറി നിൽക്കുന്ന പണിക്കാരിൽ ചിലരുടെയൊക്കെ നോട്ടം കൺമണിയുടെ പൊക്കിക്കുത്തി വെച്ചിരിക്കുന്ന ഇടുപ്പിൻ്റെ ഭാഗത്തും അവളുടെ കൊടുത്ത കണങ്കാലിലും ആണെന്ന് കണ്ടത്.
പിന്നെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി നേരെ മുറ്റത്തേക്ക് വന്നു. ശേഖരം അവൻ എടുത്തു കൊടുത്ത കരിക്കിൻ്റെ വഴുമ്പൽ ആസ്വദിച്ച് കഴിക്കുകയാണ്. കൺമണി കാറ്റുപോലെ കാശി അവിടേക്ക് വന്നു. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് നേരെ സ്റ്റെപ്പ് ഓടി കയറി. ഇടയ്ക്ക് കൺമണി വീഴാൻ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ കാശി അതൊന്നും ശ്രദ്ധിക്കാതെ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി ബെഡിലേക്ക് ആഞ്ഞു തള്ളി. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള ഭാവത്തിൽ കൺമണി കാശിയെ തുറച്ചു നോക്കി. ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് അവൻ പിടിച്ച കൈത്തണ്ടയിലേക്ക് നോക്കി. 5 വിരലും പതിഞ്ഞിട്ടുണ്ട്. ചുമന്ന് വീർത്തു. പെട്ടെന്ന് കൺമണിയുടെ കണ്ണു നിറഞ്ഞു. ബെഡിൽ നിന്നും എഴുന്നേറ്റ് കാശിയുടെ മുന്നിൽ വന്ന് നിന്നു. എന്തിനാ എന്നെ ഇപ്പോൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്? പതിയെ ആണെങ്കിലും ഉറച്ച ശബ്ദത്തിൽ തന്നെ അവൾ ചോദിച്ചു. അതിന് കാശിയുടെ മറുപടി കനപ്പിച്ച ഒരു നോട്ടമായിരുന്നു. ദേഷ്യത്തിൽ അലമാര വലിച്ചു തുറന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊണ്ടുവന്ന ചുരിദാറും മറ്റും ബെഡിലെടുത്തിട്ടു. ഇതൊക്കെ ആർ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്നത്? കൈ രണ്ടും ഇടുപ്പിൽ കുത്തി അത്രമാത്രം ചോദിച്ചു. വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? മാത്രമല്ല എല്ലാത്തിനും 2000-ന് മേലെയാണ് വിലയും. കൺമണി വളരെ ലാഘവത്തോടു കൂടി അവനോട് പറഞ്ഞു. നിന്നോട് ഇതിടാനേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇതിൻ്റെ വിലയെക്കുറിച്ച് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. പറഞ്ഞുകൊണ്ട് കാശി അവളുടെ അടുത്തേക്ക് ചെന്നതും കൺമണി 2 അടി പിന്നിലേക്ക് വെച്ചു. എന്നിട്ടും കാശി വിട്ടില്ല. കാശി മുന്നിലേക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും കൺമണി പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ചുമരിൽ തട്ടി അവൾ നിന്നു. കാശി കൺമണിയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് കുത്തിവെച്ചിരിക്കുന്ന ഇടുപ്പിൽ നിന്നും മുണ്ടിൻ്റെ തുമ്പ് താഴെയിട്ടു നല്ലൊരു നുള്ളും വെച്ചു കൊടുത്തു. ആ കൺമണി ഊതിയാറ്റി. കഴിഞ്ഞ ദിവസമേ നിന്നോട് പറഞ്ഞതാണ് മര്യാദയ്ക്ക് ഇതൊക്കെ മറച്ചു വേണം നിൽക്കാനെന്ന്. അപ്പോൾ അവളെല്ലാം കൂടി പൊക്കി വെച്ച് നാട്ടുകാരെ കാണിക്കാൻ. കൺമണിക്ക് അത് കേട്ട് കരച്ചിൽ വന്നു. കാശി ബെഡിൽ കിടക്കുന്ന ചുരിദാറിൽ നിന്നും പുതിയൊരു പാക്കറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇത് ഞാൻ നിനക്ക് ഡെയിലി യൂസിന് വേണ്ടി വാങ്ങിയതാണ്. ഇനി ഈ സാരിയും ചുറ്റി ഇതുപോലെ നടക്കുന്നത് കണ്ടാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞുകൊണ്ട് കാറ്റുപോലെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇയാൾക്കിതെന്താ? എല്ലാം വാരി വലിച്ചിട്ടേക്കുന്നു. എന്നെ കൊണ്ടൊന്നും വയ്യ മടക്കി വയ്ക്കാൻ. വേണമെങ്കിൽ വയ്ക്കട്ടെ. പിറുപുറത്തുകൊണ്ട് അവൻ എടുത്തു കൊടുത്ത ചുരിദാറുമായി അവൾ നേരെ ബാത്റൂമിലേക്ക് കയറി. ചുരിദാറിട്ട് തിരികെ ഇറങ്ങുമ്പോൾ ബെഡിൽ കിടക്കുന്ന ചുരിദാറെല്ലാം കാശിയെടുത്ത് അലമാരയിലേക്ക് വെച്ചു. കൺമണി അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. കണ്ണേ, അമ്മയുടെ വിളി കേട്ട് കൺമണി ഓടി ചെന്ന് പത്മത്തെ കെട്ടിപ്പിടിച്ചു. ഒരു കാര്യം കാശിയോട് പറഞ്ഞിരുന്നു. അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലെന്നവൾ ഇരുവശത്തേക്കും തലകുലുക്കി. വൈകുന്നേരം മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം അവിടെ തങ്ങിയിട്ട് വന്നാൽ മതി. അമ്മയ്ക്ക് മോളെ കാണാൻ ആഗ്രഹമുണ്ടാവും. അതിന് ആള് സമ്മതിക്കുമോ അമ്മേ? അങ്ങനെയാണ് കൺമണി ചോദിച്ചത്. ആളോ? ഏതാള്? അമ്മയുടെ മോൻ. ആഹാ, ഇപ്പോൾ അതാ നന്നായി. അവനെയാണോ ആളെന്ന് വിളിച്ചേ? കാശിയേട്ടാന്ന് വിളിച്ചൂടെ കുട്ടി നിനക്ക്? അവൻ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണ്. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ചൂണ്ടുവിരൽ താടിത്തുമ്പിൽ കുത്തി ആലോചനയോടെ നടന്ന് നീങ്ങുന്നവളെ പത്മവും ശേഖരനും നോക്കി ചിരിച്ചു. കുറുമ്പിയാണ് പത്മം. അതേ ഏട്ടാ, അവൾ വന്നതിൽ പിന്നെ ആ വീട്ടിൽ ഒച്ചയനക്കവും. ഇല്ലെങ്കിൽ ഞാനും നീയെ രാഗിണിയും കൂടി മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയല്ലായിരുന്നോ? എന്തായാലും അവനോട് നാരായണിയെ കാണാൻ പോകാൻ പറഞ്ഞത് നന്നായി. ഇപ്പോൾ ഇശി വയ്യെന്ന് കണാരം പറയുന്നത് കേട്ടു. വയറ്റിനകത്ത് മുഴയോ മറ്റോ ആണ്. കുട്ടിക്കറിയില്ല ഇതൊന്നും. കാശിയോട് പറയണം, എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യാൻ. കൺമണി മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാശി ബെഡിലിരുന്ന് ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ അകത്തേക്ക് കയറി വന്നത് അവൻ ശ്രദ്ധിച്ചു. വീട്ടിൽ പോകുന്ന കാര്യം കാശിയോട് എങ്ങനെ ചോദിക്കുമെന്ന് ആലോചിച്ച് കൺമണി അവൻ്റെ മുന്നിൽ നിന്നു. കുറച്ചു നേരം നിന്നിട്ടും കാശി മുഖമുയർത്തി നോക്കാതെയായപ്പോൾ കൺമണി മുരടനയ്ക്ക് നോക്കി. എന്നിട്ടും അനക്കമൊന്നും കാണാഞ്ഞ് അവൾക്ക് സങ്കടം വന്നു. കാശിയേട്ടാ, കാശിയേട്ടാ. പെട്ടെന്ന് കാശി മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന കൺമണി മിഴികൾ വേഗം അടച്ചു. ഓർമ്മകൾ ശരവേഗത്തിൽ പിന്നിലേക്ക് യാത്ര ചെയ്തു. കാശിയേട്ടാ, കാശിയേട്ടാ. ഗൗരി ചുണ്ടുകൾ ആ പേര് ചൊല്ലി. അടഞ്ഞ കണ്ണുകൾക്കുള്ളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ കവിളിൽ കൂടി വെട്ടിയൊതുക്കിയ താടിക്കുള്ളിൽ ഒളിച്ചു. അല്പനേരം കൂടി ആ ഇരിപ്പ് തുടർന്നു. മുന്നിൽ നിൽക്കുന്നവളുടെ നെഞ്ചു പിടഞ്ഞു. ആ മനസ്സിൽ ഇപ്പോഴും ഗൗരിക്ക് മാത്രമാണ് സ്ഥാനം. അതോർത്തപ്പോൾ നെഞ്ചു നേറി. ഒന്നും മിണ്ടാതെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. പിന്നാമ്പുഴം പറമ്പിലൂടെ നടന്ന് കുളക്കടവിൽ ഇറങ്ങിയിരുന്നു. വീട്ടിൽ പോകുന്നെന്ന് അമ്മ പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി അതൊന്ന് ചോദിക്കാൻ ചെന്നതാണ്. മുന്നിൽ ചെന്ന് നിന്നിട്ടും കാണാത്ത ഭാവം കാണിച്ചപ്പോൾ അതുകൊണ്ടാണ് വിളിച്ചത്. പക്ഷേ അപ്പോൾ ആളിൻ്റെ ഭാവം താനൊരാൾ അവിടെ ഉണ്ടെന്ന ചിന്ത പോലും ഇല്ലാതെ എത്ര നേരം മുന്നിൽ നിന്നു. ഒടുവിൽ സങ്കടം കൊണ്ട് നെഞ്ച് പൊട്ടുമ്പോൾ തോന്നിയപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലായിടത്തും കൺമണി തോറ്റു പോകുവാണോ ഈശ്വര? കുളപ്പടവിലേക്ക് കാലുനീട്ടി അവിടെ ഇരുന്നു. രാഗിണി, മോളെ കണ്ടില്ലല്ലോ, നീ ഒന്ന് പോയി വിളിക്ക്, ചായ കുടിക്കാൻ. ചിലപ്പോൾ ഉറങ്ങിപ്പോയതോ മറ്റോ ആണെങ്കിലോ. ചായ കുടിച്ചു കഴിഞ്ഞ് പുറപ്പെടട്ടെ, എങ്കിലല്ലേ നേരത്തിന് അവിടെ എത്തൂ. രാഗിണി റൂമിൽ ചെല്ലുമ്പോൾ വാതിൽ ചാരിയിരിക്കുന്നു. പിന്നിൽ നിന്നേക്ക് മാറി 1-2 തവണ കതകിൽ മുട്ടി.
മോളെ കൺമണി, കൺമണി. പെട്ടെന്ന് ഉറക്കം ഞെട്ടി കാശി എഴുന്നേറ്റ് കതക് തുറന്നു. താഴെ അമ്മ വിളിക്കുന്നുണ്ട് കുഞ്ഞിനെ. അതും പറഞ്ഞ് രാഗിണി താഴേക്ക് പോയി. ബാത്റൂമിൽ പോയി കൈയും കാലും മുഖവും കഴുകി മൊബൈലും പുറത്തുകൊണ്ട് കാശി താഴേക്ക് വന്നു. പിന്നാലെ കൺമണി വരുന്നുണ്ടോ എന്ന് പത്മ നോക്കി. കുട്ടി എവിടെ കാശി? നിങ്ങൾ പോകുന്ന കാര്യം പറയാനായി തുള്ളിച്ചാടി വന്നിട്ട് കണ്ടില്ലല്ലോ. അവളവിടെ ഇല്ല, മുറിയിലില്ല. കാശിയുടെ മറുപടി കേട്ടപ്പോൾ ശേഖരമാമനും അമ്മയെ അന്തിച്ചു നോക്കി. ഈശ്വര, എൻ്റെ കുഞ്ഞ് ഇവിടെയൊന്നുമില്ല. ഞാൻ കരുതി മുറിയിലുണ്ടാകുമെന്ന്. കാശിയേട്ടാന്ന് വിളിച്ച് മുന്നിൽ നിന്ന കൺമണിയെക്കുറിച്ച് കാശി അപ്പോഴാണ് ഓർത്തത്. ഈശ്വര, എൻ്റെ കുട്ടി. രാഗിണി, നീ ആ പിന്നാമ്പുറത്തൊന്ന് നോക്കിയേ. ഞാൻ മുകളിലൊക്കെ ഒന്നുകൂടി നോക്കട്ടെ. കുറുമ്പിയാ, പാത്ത് നിൽക്കുന്നുണ്ടാവും. ശേഖരമാമൻ പറഞ്ഞുകൊണ്ട് ഗോണി കയറി മുകളിലേക്ക് പോയി. എന്താ കുട്ടാ, നീ എന്തെങ്കിലും വഴക്കു പറഞ്ഞുവോ അതിനെ? വലിയ ഉത്സാഹത്തിൽ വീട്ടിൽ പോകുന്ന കാര്യം ചോദിക്കാൻ ഓടി വന്നതാണ്. എന്നിട്ട് എൻ്റെ കുഞ്ഞിത് എവിടെ പോയി? പത്മം സങ്കടത്തോടു കൂടി വെങ്ങിപ്പൊട്ടി. അമ്മ ഇങ്ങനെ ബഹളം വെക്കല്ലേ, നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും കാണും. കാശിക്ക് അപ്പോഴാണ് മുന്നിൽ വന്ന് സന്തോഷത്തോടു കൂടി നിൽക്കുന്നവളുടെ മുഖം ഓർമ്മ വന്നത്. ആ സന്തോഷം മുഴുവനും ഉള്ളിൽ ഒളിപ്പിച്ച് തന്നെയാണ് തന്നെ കാശിയേട്ടാന്ന് വിളിച്ചത്. പക്ഷെ അപ്പോൾ ഓർമ്മ വന്നത് ഗൗരിയുടെ മുഖമായിരുന്നു. ആ ഓർമ്മകൾ മനസ്സിനെ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ അറിയാതെ അവൾക്ക് നേരെ കണ്ണടച്ചു. പറമ്പിലൂടെ അതിവേഗം നടന്ന് കുളപ്പടവിലെത്തി. എന്തായാലും നോക്കാമെന്ന് കരുതി. കതക് തുറന്നു നോക്കുമ്പോൾ കണ്ടു കാൽമുട്ടിൽ മുഖമൊളിപ്പിച്ചിരിക്കുന്നവളെ. ആശ്വാസവും ഒപ്പം ദേഷ്യവുമാണ് തോന്നിയത്. മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ചാടി എഴുന്നേൽക്കുന്നത് കണ്ടു. കൈ നിവർത്തി ഒരെണ്ണം കൊടുക്കാനാണ് തോന്നിയത് കാശിക്ക്. പക്ഷേ എഴുന്നേറ്റ് നിൽക്കുന്നവളുടെ മുഖം കണ്ടപ്പോൾ അലിവ് തോന്നി. കരഞ്ഞു വീർത്ത കൺപോളയും ചുവന്നു പോയ മുഖവും. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നേ? അവിടെ അമ്മാവനും അമ്മയും ഒക്കെ എത്ര നേരമായി നിന്നെ തിരക്കുന്നു. എന്നിട്ടും ഇയാൾക്ക് തോന്നിയില്ലേ എന്നെ തിരക്കാൻ? അതാണ് കൺമണിക്ക് മനസ്സിൽ ആദ്യം തോന്നിയത്. വാ, നിന്റെ വീട്ടിൽ പോകണ്ടേ? പോയി ബാഗ് പാക്ക് ചെയ്ത് വെക്ക്, ഇപ്പോൾ തന്നെ വൈകി. കാശി ഗൗരവം വിടാതെ തന്നെ പറയുമ്പോൾ കൺമണി ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ പോകാനുള്ള ഉത്സാഹമൊക്കെ എപ്പോഴേ കെട്ടടങ്ങി. പിന്തി തുടങ്ങിയവളെ കയ്യിൽ പിടിച്ച് നിർത്തി. ഇങ്ങനെ കരഞ്ഞു വീർത്ത മുഖവുമായി പോയാൽ അവർക്ക് സങ്കടമാകും. അതുകൊണ്ട് മുഖം ഒന്ന് കഴുകിയിട്ട് പൊയ്ക്കോ. കൺമണി പടവിലിറങ്ങി വന്ന് കൈക്കുമ്പിളിൽ വെള്ളം നിറച്ച് മുഖത്ത് വീശി അടിച്ചു. 1-2 തവണ അങ്ങനെ ചെയ്ത് മുഖം തുടച്ച് കയറിപ്പോയി. പിന്നാലെ കാശിയും. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മയും അമ്മാവനും ആദ്യ പിടിച്ചിരിക്കുന്നു. എവിടെയായിരുന്നു മോളെ നീ ഇതുവരെ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വെറുതെ കുളപ്പടവിൽ കാണാൻ പോയതാ. പറയണ്ടേ മോളെ, അച്ഛൻ പേടിച്ചു പോയി. ശേഖരമാവൻ പറഞ്ഞപ്പോൾ കൺമണി അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇനി മോൾ അച്ഛനോട് പറയാതെ ഒരിടത്തും പോകരുത് കേട്ടോ. വീണ്ടും വീണ്ടും അച്ഛനെന്ന വാക്ക് കേട്ടപ്പോൾ പത്മവും കാശിയും അവരെ രണ്ടുപേരെയും നോക്കി. ശരിക്കും ഗൗരി എങ്ങനെയാണോ അതേപോലെ. മോള് വേഗം പോയി റെഡിയായി വരൂ, യാത്ര പോകാനുള്ളതല്ലേ. പിന്നെ കഴുത്തിലൊരു മാലയും കയ്യിൽ 2 വളകളും കൂടി ഇട്ടോളൂ, അത് മറക്കണ്ട, പത്മം ഓർമ്മപ്പെടുത്തി. മോൾ സാരി ഉടുത്താൽ മതി. അത് കേട്ടപ്പോൾ കൺമണി കാശിയെ നോക്കി. അവിടുത്തെ ഭാവം കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിൽ എന്താണെന്ന്. ബാത്റൂമിൽ കയറി കുളിച്ച് വേഷം മാറി വാങ്ങിയ ചുരിദാറിൽ നിന്നും മഞ്ഞയും ഓറഞ്ചും കളർ കോമ്പിനേഷനിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ടു. അമ്മ പറഞ്ഞതുപോലെ ഓരോ വളയും കഴുത്തിൽ താലിമാലയുടെ ഒപ്പം നീളമുള്ള ഒരു മാലയും കൂടി ഇട്ടു. 2 ജോഡി ഡ്രസ്സ് എടുത്ത് ബാഗിനുള്ളിൽ വെച്ചു. അപ്പോഴേക്കും കാശിയും അകത്തേക്ക് കയറി വന്നു. ടവലും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ കൺമണി ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വേഷം മാറി കയ്യിലൊരു ബാഗുമായി കാശിയും വന്നു. 2 പേരും പോകാനിറങ്ങിയപ്പോഴാണ് പത്മ കൺമണിയെ ശ്രദ്ധിച്ചത്. എപ്പോഴും ഞാൻ മോളോട് ചോദിക്കണമെന്ന് കരുതും. വിവാഹത്തിൻ്റെ അന്ന് നെറുകിൽ സിന്ദൂരം തൊട്ടതല്ലാതെ മോള് പിന്നീട് അതിട്ട് കണ്ടതേയില്ല. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ നെറുകിൽ സിന്ദൂരമിടണം. അത് ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ളതാണ്. രാഗിണി, നീ പൂജാമുറിയിൽ നിന്നും ആ സിന്ദൂരച്ചെപ്പിങ്ങെടുക്ക്. രാഗിണി വേഗം പൂജാമുറിയിൽ കയറി സിന്ദൂരത്തിൻ്റെ ചെപ്പുമായി പുറത്തേക്ക് വന്നു. പത്മത്തിൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു. കാശി, നീയാണ് എന്നും മോൾക്ക് തൊട്ടു കൊടുക്കേണ്ടത്. സിന്ദൂരച്ചെപ്പ് കാശിയുടെ നേർക്ക് നീട്ടി. മറുത്തൊന്നും പറയാതെ അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിൽ തൊട്ടു കൊടുത്തു. കാശിയെ വിളിച്ച് പത്മം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കൺമണി അതൊന്നും ശ്രദ്ധിച്ചില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ 2 പേരും യാത്ര പറഞ്ഞിറങ്ങി. കാറിലിരിക്കുമ്പോൾ ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ചു. ഏകദേശം 6 മണി കഴിഞ്ഞപ്പോൾ ടൗണിലെത്തി. അടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൽ വണ്ടി നിർത്തുമ്പോൾ കൺമണി എന്താണെന്നുള്ള ഭാവത്തിൽ കാശിയുടെ മുഖത്തേക്ക് നോക്കി. കാശി ഒന്നും മിണ്ടാതെ അവളെയും കൂട്ടി അകത്തേക്ക് കയറി. നിന്റെ അമ്മയ്ക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ എടുക്കണം. അവൾക്ക് അതിശയമായിരുന്നു കാശിയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ.
അവനെയും നോക്കി കണ്ണു മിടിച്ച് നിൽക്കുന്ന കൺമണിയെ കണ്ടപ്പോൾ ഇതിപ്പോൾ ഒന്നും നടക്കില്ലെന്ന് കാശിക്ക് മനസ്സിലായി. അതുകൊണ്ട് കാശി തന്നെയാണ് 2 ജോഡി സെറ്റുമുണ്ടും 3-4 ബ്ലൗസ് പീസും ഒക്കെ എടുത്തത്. തൻ്റെ ഏട്ടൻ എന്താ എടുക്കേണ്ടത്? കാശിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ്റെ മുഖത്തു നിന്നുള്ള നോട്ടം മാറ്റിയത്. ഏട്ടന് ഷർട്ടും മുണ്ടും എടുത്താൽ മതി. ഷർട്ടും മുണ്ടും എടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അന്വേഷിച്ചു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന്. പെട്ടെന്ന് രാധയുടെ മുഖമാണ് ഓർമ്മ വന്നത്. പക്ഷേ എങ്ങനെ പറയുമെന്ന് ആലോചിച്ചു നിന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും എടുക്കാനുണ്ടോ കൺമണി? അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കാശി ചോദിച്ചു. ആദ്യമായി കാശി അവളുടെ പേരെടുത്ത് ചൊല്ലി വിളിച്ചപ്പോൾ അതിൻ്റെ ഞെട്ടൽ വേറെയും. രാധയ്ക്ക് അത്ര മാത്രമേ പുറത്തു വന്നുള്ളൂ. കാശിക്ക് പെട്ടെന്ന് മനസ്സിലായി അതാരാണെന്ന്. അന്ന് പെണ്ണ് കാണാൻ പോയപ്പോൾ അവളുടെ കൂടെ നിന്ന ആ കുട്ടിയായിരിക്കുമെന്ന് ഉറപ്പിച്ചു. അവൾക്കും ഒരു ജോഡി ചുരിദാർ എടുത്തു. ബില്ല് പേ ചെയ്ത് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ചെറുതായി മഴ തുടങ്ങിയിരുന്നു. മഴ ഒന്ന് ശമിച്ചപ്പോൾ അടുത്തുള്ള ബേക്കറി കടയിൽ കയറി ആവശ്യത്തിന് ബേക്കറി സാധനങ്ങളും ഫ്രൂട്ട്സും വാങ്ങിയാണ് തിരികെ വീട്ടിലേക്ക് പോയത്. പതിവ് പോലെ വീട്ടിലെത്തിയപ്പോൾ കൺമണി ഉറക്കത്തിലാണ്. ഇവൾക്കിതെന്താ, കാർ കണ്ടാൽ ഉടനെ ഉറക്കം വരുമോ? മനസ്സിൽ ചോദിച്ചുകൊണ്ട് കാശി പുറത്തേക്കിറങ്ങി. അവളെ തട്ടി ഉണർത്തിയിട്ടാണ് ഡോർ തുറന്നത്. അല്ലെങ്കിൽ നിലത്ത് വീഴും. വീടെത്തി, ഇറങ്ങുന്നില്ലേ? ചോദിച്ചതേ കണ്ണും തുറന്ന് വേഗം പുറത്തേക്ക് ചാടി ഇറങ്ങി. കാശിയുടെ കയ്യിലിരിക്കുന്ന കവറും വാങ്ങി ഒതുക്കുകൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മറത്ത് വെട്ടം പോലുമില്ല. കൺമണി അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. തുടരും.